ഈ ഒരു പിക്നിക്കിന്റെ ട്രിപ്പ് ഇവിടെ തീർക്കുവാണ്. 3 ദിവസത്തെ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഈ വർഷം നമ്മൾ ഇനി ഒരു ടൂർ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മള് ദസറയ്ക്ക് നമ്മൾ UP പോയി, ദിവാലിക്ക് നമ്മൾ ഗുജറാത്തിൽ പോയി. അങ്ങനെ നമ്മളുടെ ഗുജറാത്ത് ട്രിപ്പിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് വീഡിയോയാണ് ഇത്. കാരണം നമ്മൾ ഈ ഒരു സ്ഥലം കൂടെ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ തിരിച്ച് MPയിലേക്ക് തന്നെ തിരിച്ചു പോകും. നമ്മളെ പാക്കേജിലെ ലാസ്റ്റ് സ്ഥലമാണിത്. ഈ പാക്കേജ് ഇവിടെ സമാപിക്കുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അതായത് നമ്മളിപ്പോൾ ഒരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. ആ ടെമ്പിളിന് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ ഈ ടെമ്പിളിന്റെ കോമ്പൗണ്ടിൽ കയറിയത് കാണുന്നത് എന്താ, ഒരു ടാങ്ക് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെന്താ മിലിറ്ററിക്കാരുടെ, അതായത് ഈ ഒരു ടെമ്പിൾ മിലിറ്ററിക്കാരുടെ അവിടെ ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ്. ചെക്കിങ് എല്ലാം കഴിഞ്ഞു വേണം കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മളൊരു ടാങ്ക് T55 എന്നതാണ് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ കാണുന്ന ഫസ്റ്റ് കാഴ്ച എന്ന് പറയുന്നത്. യുദ്ധത്തിന് ഉപയോഗിച്ച ടാങ്ക് ആണ്. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ, അതിപ്പോ അവിടെ വെച്ചേക്കുന്ന ആൾക്കാർ കാണാൻ വേണ്ടി. ഇവിടെ ആൾക്കാർ വന്ന് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു പോകുന്നുണ്ട്. ഒരു അമ്പലത്തിനുപരി അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. അതുകൊണ്ടാണ് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇതേ ടാങ്ക് ഇവിടെയും അപ്പുറത്ത് കുറെ മിലിറ്ററിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്, അത് പറയേണ്ട കാര്യം തന്നെയാണ്. ഫോട്ടോ എടുക്കാനാണോ? നിൽക്കുന്ന പൊസിഷൻ കണ്ടിട്ട് നിങ്ങൾ പറ, ആൾക്കാര് നിങ്ങൾ പറ ഗൈസ്, ഈ നിൽക്കുന്ന പൊസിഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഫോട്ടോ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ തന്നെയാണ്. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് എന്നതാന്ന് ചോദിച്ചു. ഞാനത് ക്യാമറയാന്ന്. അപ്പോഴേ ചോദിച്ചു ഇത് ഞാൻ ചോദിച്ചത് ഉള്ളിലേക്ക് പോകത്തില്ലേന്ന്. അപ്പോഴാണ് പറഞ്ഞു ഉള്ളിലല്ല കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എടുത്തോ, എൻ്റെ ഫോട്ടോ എടുത്തേക്കരുത്. പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത് മലയാളിയായിരുന്നു എന്ന്. അങ്ങനെയായിരുന്നു ഞാൻ മലയാളത്തിൽ സംസാരിച്ചേനെ. ഇത് ടാങ്ക് നമ്പർ ZX170 റിസീവ് ഫ്രം CAP വേവ് കിർക്കോൾ 190. അത് ഇവർക്ക് വായിക്കാൻ അറിയാം. ഒരു വലിയ ആള് വന്നു. അങ്ങനെ നമ്മള് ടാങ്കിന്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ആ ടെമ്പിളിന്റെ EME ടെമ്പിൾ അതെന്താണ് ഈ EME ടെമ്പിൾ എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് EME സ്കൂൾ ഓഫ് ഇന്ത്യൻ ആർമി നിർമ്മിച്ച ഒരു 1966 നിർമ്മിച്ചതാണ് ഈ EME ടെമ്പിൾ. അതുകൊണ്ടാണ് അതിന് EME ടെമ്പിൾ എന്ന് വിളിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിന്റെയോ ശിവന്റെയോ അങ്ങനെ എന്തൊക്കെ പ്രതിഷ്ഠയൊക്കെ അവിടെ ഉള്ള കാര്യം. നവഗ്രഹ ടെമ്പിൾ ആണ്, ശിവക്ഷേത്രമാണ് ഇത്. പക്ഷേ എങ്കിൽ അത് അറിയപ്പെടുന്നത് EME ടെമ്പിൾ എന്ന പേരിലാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് എന്തോ ശിവന്റെ രൂപം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് വഡോദര EME സ്കൂളിലും കൂടെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുപോലെ ഇത് ആർമിക്കാരാണ്, ഇത് ആർമിയുടെ അണ്ടർ കൺട്രോളിലാണ് നടക്കുന്നത്. അതവിടെ എഴുതിയിട്ടുണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി ടെമ്പിൾ എന്നൊക്കെ. പിന്നെ ഇതിന്റെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ടെമ്പിൾ നിർമ്മിക്കാൻ കാരണം എന്ന് പറയുന്നത് ബുക്ക്മിൻസ്റ്റർ ഫുള്ളേഴ്സ് എന്നൊരാള് ജിയോഡെസിക് ഡോമിൽ നിന്നും അയാൾക്ക് കിട്ടിയ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും ഘടനകളെ സംയോജിപ്പിച്ച് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത്. നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാനോ മൊബൈൽ ഉപയോഗിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമുക്ക് പറ്റുന്നില്ല. വിനോദസഞ്ചാരികൾ ഇവിടെ എല്ലാം വരുന്നുണ്ട്, വന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ കാണുന്ന പ്രതിമകളൊക്കെ ഏകദേശം 1600 AD കാലഘട്ടത്തിലെ ഉള്ള പ്രതിമകൾ, ശിലാപ്രതിമകളൊക്കെ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രതിമയല്ലേ, അതൊക്കെ എത്രയോ വർഷങ്ങൾ 108ഓളം പ്രതിമകൾ ഇങ്ങനത്തെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ ഇടയിലൂടെ കാണുന്നില്ല നിങ്ങൾ ആ ഒരു ചെറിയൊരു, അതാണ് ടെമ്പിള്. അതെന്ത് കളറാ ചേട്ടാ ഇത്? ഒരു സിൽവർ കളറില്. അതാണ് ടെമ്പിള്. അങ്ങനെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ കാണുന്ന ആ മോഡലൊന്നും അല്ല ടെമ്പിൾ. അതാണ് നമ്മൾ പറഞ്ഞ എല്ലാ മതത്തിന്റെ ഘടനകളും ഈ ഒരു ടെമ്പിളിനുണ്ട് എന്നത്. ഇവിടെ കുറെ വിഗ്രഹങ്ങളുണ്ട്. ഇത് മറ്റേ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്
ഖനനം ചെയ്തെടുത്തതാണ്. ഇതിന്റെ ഭൂമിക്കടിയിൽ നിന്ന് മണ്ണ് മൂടിപ്പോയതെല്ലാം. പിന്നെ ഇതിന്റെ ചരിത്രത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എന്തായിരുന്നു, ഒരു EME സ്കൂളിന്റെ ഒരു ആദ്യത്തെ കമാൻഡർ ആയിരുന്ന ബ്രിഗ് AF യൂജിന്റെ കാലത്ത് 1966 ഫെബ്രുവരിയിലാണ് ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം നിർമ്മിച്ചത്. അതിന്റെ സ്പെഷ്യൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മതങ്ങളുടെ ഘടനകളെയും ഉൾക്കൊള്ളിച്ചിട്ടാണ്. അതിന്റെ ഓരോ കാര്യങ്ങളുണ്ട്. ആ ഒരു ടെമ്പിളിന്റെ പ്രത്യേകത താഴികക്കുടം, അതിന്റെ മുകളിൽ ഒരു കലശമുണ്ട്, അത് ഹിന്ദു മതത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ അതിന്റെ താഴികക്കുടം ഇസ്ലാമിക് വാസ്തുവിദ്യ. അതുപോലെ ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഒരു ഗോപുരമുണ്ട്, അത് ക്രിസ്തു മതത്തിനെ. പിന്നെ ഗോപുരത്തിന്റെ മുകളിലത്തെ സുവർണ ഘടന എന്ന് പറയുന്നത് ബുദ്ധമതത്തിനെ. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം ജൈന മതത്തിനെ. ക്ഷേത്രത്തിലെ തീ അത് ഹവൻ കൊണ്ട് സ്വരാഷ്ട്രീയനിസത്തെ സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിൾ. ആക്ച്വലി ഇത് ടെമ്പിളാന്ന് പറയാൻ പറ്റൂല, എല്ലാ മതത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനാലയം അങ്ങനെ വേണം പറയാൻ വേണ്ടി. പിന്നെ പ്രതിഷ്ഠ അവര് ദക്ഷിണാമൂർത്തി അങ്ങനെ വെക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെ ഈ കാണുന്നത് എന്താ, ഇതാണ് ഈ ടെമ്പിൾ എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്, സൈഡിലൂടെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ട്, ഇങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല പച്ചപ്പൊക്കെയാണ്. ഇവിടെ ഒരു ബുദ്ധന്റെ ഒരു പ്രതിമയുണ്ട്. ഇപ്പുറത്ത് പിന്നെ എന്തായിരുന്നു, ഒരു ക്യാൻറ്റീൻ ഒക്കെ ആയിട്ട് ആർമീന്റെ ക്യാൻറ്റീനാ. അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷെ ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് അല്ലേ, ആൾക്കാരൊക്കെ വന്നിരുന്ന് പോകുന്നു. ഇവിടെ എല്ലാ വർഷവും ശിവരാത്രിയുടെയും ജന്മാഷ്ടമിയും സമയത്ത് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ EME ടെമ്പിളൊക്കെ കണ്ടിട്ട് ആ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള പാർക്കിലിരിക്കുകയാണ്. EME ടെമ്പിളിൻ്റെ ആ സ്ഥലത്തേക്ക് ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, മൊബൈൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഉപയോഗിച്ചില്ല. നമ്മളിവിടെ വന്ന് പാർക്കിലിരുന്ന് നമ്മുടെ കണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അവിടെ സംസാരിക്കുന്നതായിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കുന്നതായിരിക്കും. അവിടെ മെയിനായിട്ടും വർഷങ്ങൾ, അതായത് 15th സെഞ്ച്വറി, അതുപോലെ തന്നെ 5th സെഞ്ച്വറി, 7th സെഞ്ച്വറി അങ്ങനെ പറഞ്ഞ് വളരെ പുരാതനമായ സംഭവങ്ങൾ, അവിടുത്തെ മറ്റേ വിഗ്രഹം, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ പുരാതനമായിട്ടുള്ള കല്ലിൽ കൊത്തിയെടുത്ത ദേവീൻ്റെയും അതുപോലെ ദേവന്മാരുടെ അങ്ങനെ വളരെ പുരാതനമായ സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കുറേയൊക്കെ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട്, അവശിഷ്ടങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് അത് കുറേ ഡാമേജൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും 7th സെഞ്ച്വറി 5th സെഞ്ച്വറിയിലൊക്കെ സാധനങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ അതും അന്നത്തെ വാസ്തുശില്പകലയൊക്കെ വളരെ അത്ഭുതകരമാണ്. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വന്നല്ലേ, പൊയ്ച്ചേന്ന് വന്നിട്ട് ഫുഡ് കഴിച്ചു. അയ്യോ, മലയാള കടയാണ്, കേരള ഫുഡായിരുന്നു. ആദ്യത്തെ നല്ല ഫുഡായിരുന്നു. ചോറും കറി. ഇന്ന് ബിരിയാണി വൺ ഫ്ലോപ്പ് അത്ര പോരെന്നല്ല, 1 ഫ്ലോപ്പായിരുന്നു. ആക്ച്വലി അത് വെറും തട്ടിക്കൂട്ട് ബിരിയാണി ഒരു ഉടായ്പായിരുന്നു. ആദ്യത്തെ ചോറ് ചെന്നതാണ്. ആ ചോറിന്റെ ഒരു 7 അലത്ത് പോലും എത്താത്ത ഉടായ്പായിരുന്നത്. വളരെ മോശമായിരുന്നു ബിരിയാണി. ഒരിക്കലും ഒരു ടേസ്റ്റ് താല്പര്യം പോലും ഇല്ലായിരുന്നു കഴിക്കാൻ വേണ്ടി. പിന്നെ ചോറൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു, അവിയലെല്ലാം കാര്യങ്ങളും നല്ല അടിപൊളിയായിരുന്നു. ഇന്നലെ നമ്മൾ വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ് കണ്ടു ചോദിച്ചിരുന്നു. അവിടെ അവിയലും സാമ്പാറും. ഇന്ന് നൈറ്റ് ഫുഡ് കഴിക്കാനാണ് ചോദിച്ചത്. അപ്പൊ എന്തൊക്കെയാ അവിടെ? അവിയല്, സാമ്പാർ, രസം, പിന്നെ രസഗുള, അങ്ങനെ കുറെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു മീല്. ഏതാ മീല്? താലി മീൽസ്, സൗത്ത് ഇന്ത്യൻ മീൽസ് എന്നാ പറഞ്ഞത്. പക്ഷെ ആ ഉണ്ടാക്കുന്ന ആരും സൗത്ത് ഇന്ത്യക്കാരല്ല, അവര് നോർത്ത് ഇന്ത്യ, ഇവിടെ വെസ്റ്റ് ഇന്ത്യക്കാരാണ്, ഗുജറാത്ത് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതേ സെയിം ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അവരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് വിചാരിക്കുന്നു, ഇതിനേക്കാളും മെച്ചമായിരിക്കും. പക്ഷെ ഇനി ആക്ച്വലി ഒന്നും വേണമെന്നില്ല കേട്ടോ വൈകുന്നേരം. കാരണം 8:30 നമ്മളെ ട്രെയിന്, നമ്മളിനി മധ്യപ്രദേശിലേക്ക് പോവുക. 3 ദിവസത്തെ അടിച്ചുപൊളി ലൈഫിന് ശേഷം വീണ്ടും നമ്മളെ വീട്ടിലേക്ക് പോവാണ്. ഇനി തിരക്കും അതിന്റെ പരിപാടി. ഇനി ആകെ ലീവ് ഉള്ളത് ഈ മാസം. ലീവ് ഉണ്ടോ? ഇല്ലല്ലോ. ഈ മാസം ഒരു ലീവ്, ക്രിസ്മസ് ആവണം. ഒരു മാസം ക്രിസ്മസിന് ലീവ് കിട്ടും. അതല്ലാതെ ഒരു ലീവും ഇല്ല.
ഹൊറിബിൾ ആൻഡ് ടെറിബിൾ. ഇനി നമ്മൾക്ക് കുറെ പണിയുണ്ടല്ലോ. ബാക്ക് ടു വർക്കാണ്. അങ്ങനെ നമ്മുടെ എത്രയും ട്രിപ്പ് 3 ദിവസത്തെ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഈ വർഷം നമ്മൾ ഇനി ഒരു ടൂർ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മള് ദസറയ്ക്ക് നമ്മൾ UP പോയി, ദിവാലിക്ക് നമ്മൾ ഗുജറാത്തിൽ പോയി. അങ്ങനെ ഞാൻ എന്റെ ഇന്ത്യയിലെ 8ാമത്തെ സംസ്ഥാനവും സന്ദർശിച്ചു. ഞാനൊക്കെ 10ഉം 11ഉം നേരത്തെ കഴിഞ്ഞ നമ്മള് ശിശുവല്ലേ. ഇനിയിപ്പോ പിള്ളേരെ കൊണ്ടാണ് ഇപ്പം 2 സംസ്ഥാനങ്ങൾ പോയത്. നോക്കട്ടെ. മഹാരാഷ്ട്ര അല്ലേ? നിന്നെ ഉദ്ദേശിച്ചേ പിള്ളേരെ? അയ്യേ, ഞാൻ വിചാരിച്ചു പിള്ളേരെ കൊണ്ട് ഇപ്പൊ 2 സംസ്ഥാനങ്ങൾ പോയി. പിള്ളേരല്ലല്ലോ, ഞാൻ ഒരാളെ ഒറ്റക്കല്ലേ ഉള്ളൂ. കൊച്ചു ബീച്ച അന്നാന്ന് നോക്കുന്നോ ഇങ്ങനെ പുല്ല് കാർന്ന് തിന്നണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോകളിലൊക്കെ പറയാം. ഏകദേശം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഈ വീഡിയോയും ഈ ഒരു പിക്നിക്കിന്റെ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്, തീർക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ട്രെയിൻ കയറാൻ വേണ്ടി 8:30 ട്രെയിൻ. ഇവിടുത്തെ മെയിൻ സ്റ്റേഷനിൽ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് അതിൻ്റെ വേറൊരു സ്റ്റേഷനിൽ നിന്ന് എടുത്തേക്കുന്നത്, തൊട്ടടുത്തുള്ള ചെറിയൊരു സ്റ്റേഷനിൽ എടുത്തേക്കുന്നത്. മെയിൻ സ്റ്റേഷനിലൊന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ബോർഡിംഗ് പോയിന്റ് അത് കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് നല്ല റീച്ച് ആക്കി എടുക്കുക. എന്റെ കുണ്ടിയിൽ കുത്തിക്കയറുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് നോക്കുക, ഉള്ള കാര്യം പറഞ്ഞതല്ലേ ഞാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.